Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വെളുത്തുള്ളി അച്ചാറാണ്. സ്പെഷ്യൽ ഗാർലിക് പിക്കിൾ. ശരിക്കും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഓക്കെ, ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറാണ്. അതിന് ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വരണ മാതിരി ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാൻ വെളുത്തുള്ളി ഇവിടെ ഓൾറെഡി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെയിറ്റ് നോക്കിയപ്പോൾ ഏകദേശം ഒരു 200 ഗ്രാം വരും. കപ്പിൽ അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2 കപ്പ് വരും കേട്ടോ. ഓക്കെ, അപ്പം ഇതിലേക്ക് ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് ഒരു പച്ചപ്പ് പോയിട്ട് ഒന്ന് വാടി വരണ മാതിരി, അത്രയും മതി കേട്ടോ. അപ്പം ഞാൻ തീ കൂട്ടി വയ്ക്കുകയാണ്. ഒന്ന് ആ ഒരു പച്ചപ്പ് പോയിട്ട് ഒന്ന് വാടി വരില്ലേ, ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് വാങ്ങാം. ഓക്കെ, അപ്പോൾ അതുവരെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് വാടി വരുന്ന സമയത്ത് കാണിച്ചില്ല. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇരുമ്പ് മാറ്റി, കാരണം നമ്മൾ അച്ചാർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ വിനീഗറൊക്കെ ഉണ്ട്, ഇരുമ്പും വിനീഗറും തമ്മിൽ ചേരില്ല. അപ്പോൾ ഞാൻ ചട്ടിയിൽ ചെയ്യാൻ പോവുകയാണ്. ഞാനത് വെളുത്തുള്ളി ഞാൻ ഇതാ അവിടെ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എണ്ണയിലേക്ക് ഞാൻ ഏകദേശം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി. അതുമാതിരി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗരം മസാല അരച്ച് വെച്ചതാണ്. ഇതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തത് വെച്ചാൽ ഏകദേശം ഒരു 2 ടീസ്പൂൺ പെരുംജീരകം, ഒരു 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 2 ഏലയ്ക്ക, ഒരു ചെറിയ കഷ്ണം പട്ട. ഇത്രയും ഞാൻ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് എടുത്തു. ഓക്കെ, അപ്പം അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. സ്പെഷ്യൽ അച്ചാറുണ്ട്, അപ്പം ചെറിയൊരു ഗരം മസാലയുടെ ഫ്ലേവറും കൂടെ നമ്മുടെ അച്ചാറിലേക്ക് വരും. അപ്പോൾ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതേമാതിരി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഓക്കെ, അപ്പോൾ ഇത്രയും ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഗരം മസാല ഞാൻ ആഡ് ചെയ്തത് ഏകദേശം ഒരു 2 ടീസ്പൂൺ പെരുംജീരകം എടുത്തു, ഒരു 4 ഗ്രാമ്പു, 2 ഏലയ്ക്ക, ഒരു വലിയൊരു കഷ്ണം പട്ട. ഇത്രയും എടുത്തിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ഇതാ ഒരു 1/4 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. അതേമാതിരി ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ
അപ്പോൾ ഒന്ന് തിളച്ച് വന്ന ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ മറന്നുപോയി. അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ടേസ്റ്റ് നോക്കിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഓക്കെ, ഒന്ന് തിളച്ച് വന്ന ശേഷം ചൂടാറിയ ശേഷം വേണം നമുക്ക് ഇത് ബോട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് തിളച്ച് ഒന്ന് ചൂടാറിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ പഞ്ചസാരയും ആഡ് ചെയ്തു. എന്നിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു ബോട്ടിലേക്ക് ആക്കാം. എല്ലാം കൂടെ ഒന്ന് വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന്. പിന്നെ ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്യാൻ വിട്ടുപോയി, വെളുത്തുള്ളി മിക്സ് ചെയ്യണ്ടേ. വെളുത്തുള്ളി അച്ചാർ ഉണ്ട്. അപ്പം വെളുത്തുള്ളിയും കൂടെ ഞാൻ എന്താണെന്നാണ് മിക്സ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 2 ദിവസം ഇരിക്കട്ടെ. 2 ദിവസം കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. ഇത് ഇൻസ്റ്റൻറ്റ് പിക്കിൾ അല്ലല്ലോ, അതുകൊണ്ട് 2 ദിവസം നന്നായിട്ട് ഫ്ലേവേഴ്സൊക്കെ ഒന്ന് പിടിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ ശേഷം ഞാൻ ഒന്നുകൂടെ തുറന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ കാണുമ്പോൾ 10 സെക്കൻഡിൽ 2 സെക്കൻഡിലാവും. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ കുപ്പിയിലേക്കാക്കി 2 ദിവസം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അച്ചാർ 2 ദിവസമായി. ഞാൻ ഇനി തുറന്ന് നോക്കാൻ പോകുവാണ്. കണ്ടോ, മേലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അച്ചാർ നമുക്ക് സെർവ് ചെയ്യാം. എന്തായാലും എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കണം. നല്ലൊരു മണമാണ് കേട്ടോ ഇതിന്. ഒരു സ്പെഷ്യൽ ആ ഒരു ഗരം മസാലയും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. പിന്നെ വെളുത്തുള്ളിയുടെ ടേസ്റ്റും ഒക്കെ ആയിട്ട്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂണിലെടുത്ത് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ അച്ചാർ അടിപൊളിയല്ലേ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.